മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വന്നിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിവാദമായ പോറ്റിയെ കയറ്റി എന്ന പാരഡിയിൽ കേസ് പിൻവലിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിവാദമായ പോറ്റിയെ കയറ്റി എന്ന ഗാനം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. ഇതേ തുടർന്ന് കേസ് പിൻവലിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. പാരഡിയിൽ കേസ് പിൻവലിക്കാൻ ഒരുങ്ങുന്നു സർക്കാർ എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. വലിയ വിവാദമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും. പോറ്റിയെ കയറ്റി എന്ന പാരഡി ഗാനമാണ് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വൈറലായിക്കൊണ്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ചർച്ചകളും ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് കേസ് പിൻവലിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഈ ഒരു ഗാനം സമൂഹ മാധ്യമങ്ങളിൽ നിന്നും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മെറ്റയ്ക്ക് കത്തും നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. പരാതിക്കാരന്റെ മൊഴിയും സൈബർ പോലീസ് നാളെയാണ് രേഖപ്പെടുത്തുക. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും പാട്ടിന്റെ അണിയറക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിവാദമായ പോറ്റിയെ കയറ്റി എന്ന പാരഡിയിൽ കേസ് പിൻവലിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. മെറ്റയ്ക്കും യൂട്യൂബിനും കത്തയക്കില്ല എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പോറ്റിയെ കയറ്റി എന്ന പാരഡി ഗാനത്തിനെതിരെയാണ് ഇപ്പോൾ കേസ് പിൻവലിക്കാൻ സർക്കാർ ഒരുങ്ങിയിരിക്കുന്നത്. മെറ്റയ്ക്കും യൂട്യൂബിനും കത്തയക്കുന്നില്ല എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ചരണമന്ത്രത്തെ അപമാനിക്കും വിധം മതവിദ്വേഷമുണ്ടാക്കുന്ന രീതിയിൽ പാട്ടുണ്ടാക്കിയതിനൊക്കെയായിരുന്നു തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തത്. ഗാനരചയിതാവ് ഉൾപ്പെടെ 4 പേർക്കെതിരെയായിരുന്നു FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇപ്പോഴിതാ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിവാദമായ പോറ്റിയെ കയറ്റി എന്ന പാരഡി കേസ് പിൻവലിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. മെറ്റയ്ക്കും യൂട്യൂബിനും ഒന്നും കത്തയക്കില്ല എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. നിരവധി പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ വിവാദമായ പാരഡി ഗാനത്തിൽ കേസ് പിൻവലിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. തൃശൂർ ചേലക്കോട്ടുകരയിൽ കടമുറിയിലുണ്ടായ തീപിടുത്തം